വെൽക്കം ബാക്ക് ടു എഡ്യു വാലറ്റ്. സോ ബയോളജി പരീക്ഷയ്ക്ക് വേണ്ടി സുവോളജിയിലെ ഏറ്റവും വെയിറ്റേജ് ഉള്ള ഹ്യൂമൻ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും കൺസെപ്റ്റ്സുകളും എല്ലാമായിട്ട് ഞാൻ വന്നിട്ടുള്ളത്. ഇത് അത്യാവശ്യം പഠിക്കാനുള്ള ചാപ്റ്ററാണ്. പിന്നെ ഇപ്പോൾ എല്ലാവരും പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ചില കുട്ടികളൊക്കെ പിറ്റേ ദിവസം മുതലേ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പല കുട്ടികളും ഇപ്പോഴാണ് ബുക്ക് തുറന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എത്രയും വേഗം ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് പഠിച്ചു പോവുക. വെയിറ്റേജ് ഉള്ള ആദ്യത്തെ 2 ചാപ്റ്റർ സുവോളജിയിൽ പഠിച്ചാൽ ഒരു 60-70% നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതേപോലെ ബോട്ടണിയിൽ ആകെ 2 ചാപ്റ്ററേ ഉള്ളൂ. അപ്പോൾ രാവിലെ മുതലേ ഒരു ഉച്ചയ്ക്കുള്ളിൽ ഒരു പാഠം അവസാനിപ്പിക്കുക, അതിനുശേഷം 4 മണിക്കുള്ളിൽ അടുത്ത പാഠം, അങ്ങനെ മാക്സിമം ഫാസ്റ്റായിട്ട് പഠിക്കാൻ നോക്കുക. നമുക്ക് ഈ പാഠത്തിൽ വരുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇതിൽ ഡയഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ബേസിക് കൺസെപ്റ്റ്സ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം അല്ലേ? എന്നാലേ ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് വായിക്കുമ്പോൾ എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ ബേസിക് ആയിട്ട് ഈ പാഠത്തിൽ പഠിക്കേണ്ട കുറച്ച് ബേസിക് കൺസെപ്റ്റ്സുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആദ്യം നോക്കാം. എന്നിട്ട് നമുക്ക് ഈ ചോദ്യങ്ങളിലേക്ക് എത്താം. ഹ്യൂമൻ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ വരുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഞാൻ ആദ്യം പറഞ്ഞുതരാം. ബേസിക് ആയിട്ടുള്ള കുറച്ച് കൺസെപ്റ്റ്സുകൾ പറഞ്ഞുതരാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഇതിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നും പഠിക്കാത്തവരാണെങ്കിൽ ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. ഈ ചാപ്റ്ററിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കൺസെപ്റ്റ്സ് ഞാനിവിടെ പറഞ്ഞു തരുന്നുണ്ട്. ഇത് കൃത്യമായി ശ്രദ്ധിച്ച് ഒപ്പം പഠിക്കാൻ നോക്കുക. അധികം സമയമില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ആദ്യം ഈ പാഠത്തിൽ ചോദിക്കുന്ന ഒന്നാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ട്. അതുപോലെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും ഉണ്ട്. അപ്പോൾ ആദ്യം മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ 4 ഭാഗങ്ങളാണ്. പെയർഡ് ടെസ്റ്റിസ്, ആക്സസറി ഡക്ട്സ്, ആക്സസറി ഗ്ലാൻസ്, എക്സ്റ്റേണൽ ജെനിറ്റാലിയ അല്ലെങ്കിൽ പെനിസ്. ഒന്ന് പെയർഡ് ടെസ്റ്റിസ്, പിന്നെ ആക്സസറി ഡക്റ്റും ഉണ്ട്, അതിൻ്റെ ഗ്ലാൻഡും ഉണ്ട്. പിന്നെ എക്സ്റ്റേണൽ ജെനിറ്റാലിയ അല്ലെങ്കിൽ പെനിസ് എന്ന് പറയും. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറയുകയാണെങ്കിൽ ഇതിന് ഡിഫറെൻ്റ് ആണ്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം ഏതൊക്കെ ഭാഗങ്ങളാണെന്നുള്ളത്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ വരുന്നത് പെയർഡ് ഓവറി, ആക്സസറി ഡക്റ്റ്, എക്സ്റ്റേണൽ ജെനിറ്റാലിയ, ഇങ്ങനെ 3 ഭാഗങ്ങളാണ് വരുന്നത്. ആക്സസറി ഡക്റ്റും എക്സ്റ്റേണൽ ജെനിറ്റാലിയും രണ്ടിലും വരുന്നുണ്ട്. ഇവിടെ ഉള്ളത് പെയർഡ് ഓവറി ആണ്, ഇവിടെ അത് പെയർഡ് ടെസ്റ്റിസ് ആണ്. പിന്നെ എക്സ്ട്രാ ഇവിടെ വരുന്നത് ആക്സസറി ഗ്ലാൻഡ്. അപ്പോൾ ഈ 4 ഭാഗങ്ങൾ പഠിച്ചു എന്ന് വിചാരിക്കുന്നു. ഇതിൽ ഓരോന്നും നമുക്ക് നോക്കാം. ആദ്യം പെയർഡ് ടെസ്റ്റിസ് ആണ്. പെയർഡ് ടെസ്റ്റിസ് എന്താ ചെയ്യുക? പ്രൊഡ്യൂസ് സ്പേംസും ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറഞ്ഞ ഹോർമോൺ ഉണ്ടാവുന്നത് പെയർഡ് ടെസ്റ്റിസിൽ നിന്നാണ്. ആക്ച്വലി ടെസ്റ്റിസ് കാണപ്പെടുന്നത് നമ്മൾ ജനിക്കുന്ന സമയത്തൊക്കെ കാണപ്പെടുക അബ്ഡമനിലാണ്. അവിടുന്ന് പിന്നെ അബ്ഡമനിൽ നിന്ന് അടിവയർ ആ ഒരു ഭാഗത്ത് നിന്ന് ഇൻജ്യൂനൽ കനാൽ വഴി സ്ക്രോട്ടൽ സാക്ക് അല്ലെങ്കിൽ സ്ക്രോട്ടം എന്ന് പറയും, അതിലേക്ക് എത്തും. ഈ സ്ക്രോട്ടത്തിന് ടെമ്പറേച്ചർ വളരെ കുറവായിരിക്കും. 2 to 5 ഡിഗ്രി സെൽഷ്യസ് നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനേക്കാൾ കുറവാണ്. നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എത്രയാണോ അത്രയും കുറവായിരിക്കണം സ്ക്രോട്ടത്തിലെ ടെമ്പറേച്ചർ. അത് ചോദിക്കും എന്താ കാരണം എന്ന്. 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒന്ന് സ്പെർമറ്റോജെനിസിസിനും ഒന്ന് ഫങ്ഷനിങ് ഓഫ് ടെസ്റ്റിസിനുമാണ്. അതായത് ടെസ്റ്റിസിൻ്റെ എല്ലാ ഫങ്ഷൻസും പ്രോപ്പറായി നടക്കാനും സ്പെർമറ്റോജെനിസിസ് സ്പേംസ് പ്രോപ്പറായിട്ട് ഉണ്ടാവാനുമാണ്. സ്പെർമറ്റോജെനിസിസ് എന്ന് പറഞ്ഞാൽ സ്പേംസ് കൃത്യമായി പ്രൊഡ്യൂസ് ചെയ്യാനും. അപ്പോൾ സ്ക്രോട്ടത്തിലെ ടെമ്പറേച്ചർ കുറവായിരിക്കണം. അപ്പോൾ ടെസ്റ്റിസ് ഉള്ളത് സ്ക്രോട്ടത്തിലാണ്. ടെമ്പറേച്ചർ ഷുഡ് ബി ലെസ് ദാൻ 2 to 5 ഡിഗ്രി സെൽഷ്യസ് ദാൻ ദ ബോഡി ടെമ്പറേച്ചർ. കാരണം എന്തിനാണ്? ടു പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് സ്പെർമറ്റോജെനിസിസ് ആൻഡ് പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് ടെസ്റ്റിസ് രണ്ടും പ്രോപ്പറായി നടക്കാൻ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ടെസ്റ്റിസിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കാണപ്പെടുന്നുണ്ട്, ടെസ്റ്റിസ് എന്ന് പറയുന്ന ഭാഗത്തിൽ എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിലുള്ളത് എന്നാണ് നമ്മൾ നോക്കാൻ പോണേ. ടെസ്റ്റിസിൻ്റെ ഉള്ളിൽ 250 ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ് ഉണ്ട്. ചെറിയ ചെറിയ വട്ടത്തിൽ അങ്ങനെ ബ്ലോക്ക് പോലെയുള്ള ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ് എന്നാണ് പറയുക. 250 എണ്ണം ഉണ്ട്. ഇതിൽ ഓരോ ലോബ്യൂൾസും ഈ ഓരോന്നിൻ്റെ ഉള്ളിലും 1 to 3 കോയിൽഡ് സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഉണ്ട്. ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മുടെ സ്പേംസ് ഉണ്ടാവുന്നത്. അതാണ് സ്പെർമറ്റോജോണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഞാൻ വായിക്കുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കുക. കാരണം ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഞാൻ പഠിച്ച് വീഡിയോ ഇടുകയാണ്. അപ്പോൾ എന്തെങ്കിലും പ്രൊണൗൺസിയേഷനിലൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. നിങ്ങൾ കറക്റ്റ് ചെയ്യുക, താഴെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഓക്കെ, സോ സ്പെർമറ്റോജോണിയിൽ നിന്നാണെങ്കിൽ സ്പെർമറ്റോജോണിയ എന്ന് പറഞ്ഞാൽ അത് സ്പേം തന്നെയാണ്. ഈ സ്പേം ഉണ്ടാവുന്നത് സെമിനിഫറസ് ട്യൂബ്യൂൾസിലാണ്. അവിടെ തന്നെ കാണുന്ന മറ്റൊരു ഭാഗമാണ് സെർട്ടോലി സെൽ. ഈ സെർട്ടോലി സെൽ എന്തിനാണെന്നറിയോ? ഈ സ്പേംസിന് പ്രോപ്പർ ഷേപ്പ് കൊടുക്കുക, ന്യൂട്രീഷൻസ് കൊടുക്കുന്നതൊക്കെ സെർട്ടോലി സെല്ലാണ്. ഫങ്ഷൻ ചോദിക്കാറുണ്ട് കേട്ടോ. ഇതിൻ്റെ പുറം ഭാഗത്ത് 3 സെൽസ് കാണപ്പെടുന്നുണ്ട്. ബ്ലഡ് വെസൽസ് ഉണ്ട്, ഇൻഡർസ്റ്റീഷ്യൽ സെൽ അല്ലെങ്കിൽ നമ്മളതിനെ ലെഡിക് സെൽ എന്ന് പറയും, പുറം ഭാഗത്തുള്ളത് കേട്ടോ. പിന്നെ കോമ്പീറ്റൻ സെൽസും കാണപ്പെടും. അപ്പോൾ പഠിക്കുക, ടെസ്റ്റിസിൻ്റെ ഉള്ളിലെ ടെസ്റ്റിക്കുലർ ലോബ്യൂൾസ് ഉണ്ട്,
അതിൻ്റെ ഓരോന്നിൻ്റെ ഉള്ളിലും സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഉണ്ട്. ട്യൂബ്യൂൾസ് അതിൻ്റെ ഉള്ളിലെ സ്പെർമറ്റോജോണിയ ആൻഡ് സെർട്ടോലി സെൽസ് ഉണ്ട്. മറക്കണ്ട, ഈ ഫിഗർ ഓർത്ത് വയ്ക്കുക. പുറം ഭാഗത്ത് ലെഡിക് സെല്ല്, ബ്ലഡ് വെസൽസ്, കോമ്പീറ്റന്റ് സെൽസ് ഉണ്ട് കേട്ടോ. ഈ ലെഡിക് സെല്ലിൽ നിന്ന് ഒരു ഹോർമോൺ വരുന്നുണ്ട്, അതിൻ്റെ പേരാണ് ആൻഡ്രോജൻസ്. ഇതൊക്കെ MCQ 1 മാർക്കായിട്ടൊക്കെ ചോദിക്കും. അപ്പോൾ സെർട്ടോലി സെല്ലിൻ്റെ ഫംഗ്ഷൻ എന്താ? ഇറ്റ് ഗീവ്സ് ഷേപ്പ് ആൻഡ് നറിഷ്മെന്റ് ടു ഡെവലപ്പിംഗ് സ്പെർമറ്റോജോണിയ. ഡെവലപ്പ് ചെയ്യുന്ന ആ സ്പെർമറ്റോജോണിയ അല്ലെങ്കിൽ സ്പേമിന് ഷേപ്പും നറിഷ്മെന്റും കൊടുക്കുക സെർട്ടോലി സെല്ലാണ്. ലെഡിക് സെൽ എന്താ ചെയ്യുന്നത്? ഒരു ടെസ്റ്റിക്കുലർ ഹോർമോൺ ആൻഡ്രോജൻ പുറത്തേക്ക് വിടുന്നു. അപ്പോൾ ഇത്രയാണ് നിങ്ങൾ ഏതിൽ പഠിക്കേണ്ടത്? പെയേർഡ് ടെസ്റ്റിസിൽ പഠിക്കേണ്ടത്. ടെസ്റ്റിക്കുലർ ലോബ്യൂൾസ് ഉണ്ട് ടെസ്റ്റിസിൻ്റെ ഉള്ളിലെ. ടെസ്റ്റിക്കുലർ ലോബ്യൂൾസ് ഓരോന്നിൻ്റെ ഉള്ളിലും സ്പെമിനിഫറസ് ട്യൂബ്യൂൾസ് ഉണ്ട്. അതിൽ നിന്നാണ് സ്പേംസ് ഉണ്ടാവുന്നത് എന്നൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. അടുത്തതാണ് ആക്സസറി ഡക്റ്റ്. 4 ആക്സസറി ഡക്റ്റുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഈ ഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ സ്പേം ഉണ്ടായി, ഈ സ്പേം കടന്നു പോകുന്ന 4 ട്യൂബുകൾ, അപ്പോൾ 4 ഡക്റ്റ് എന്നാണ് പറയുക. ആ 4ത്തിൻ്റെ പേര് പഠിക്കണം. ഒന്ന് റെറ്റെ ടെസ്റ്റിസ്, വാസ എഫറൻഷ്യ, എപ്പിഡിഡൈമിസ് ആൻഡ് വാസ് ഡിഫറൻസ്. 4 എണ്ണം. റെറ്റെ ടെസ്റ്റിസ്, വാസ എഫറൻഷ്യ, എപ്പിഡിഡൈമിസ് ആൻഡ് വാസ് ഡിഫറൻസ്. പഠിച്ചു വെക്കുക, നന്നായി വായിക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലോ നിങ്ങൾ പഠിച്ചു വെക്കണം. പരീക്ഷയ്ക്ക് ചോദിക്കാം എങ്ങനെയാണ് സ്പേം ഫ്ലോ ചെയ്ത് പോകുന്നത്, ഏതിൽ കൂടെയൊക്കെയാണ്. ആദ്യം സെമിനിഫറസ് ട്യൂബ്യൂൾസിൽ നിന്ന് റെറ്റെ എന്ന് പറയുന്ന ഫസ്റ്റ് ടെസ്റ്റിസിൽ കൂടി പോയി അവിടുന്ന് വാസ എഫറൻഷ്യ വഴി എപ്പിഡിഡൈമിസിലേക്ക് എത്തി. ദെൻ വാസ് ഡിഫറൻസ്. 4 ഡക്റ്റുകൾ, 4 ആക്സസറി ഡക്റ്റുകൾ പേര് എഴുതാം. അവിടുന്ന് പിന്നെ സെമിനൽ വെസിക്കിൾ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. സെമിനൽ വെസിക്കിൾ 2 പെയറായിട്ടാണ് കാണപ്പെടുക. സെമിനൽ വെസിക്കിൾസ് വഴി ഇജാക്കുലേറ്ററി ഡക്റ്റിലേക്ക് പോകുന്നു. അവിടുന്ന് യുറേത്ര, അവിടുന്ന് യുറേത്രൽ മീറ്റസ്, പുറം ഭാഗത്തിലേക്ക് നമുക്ക് എത്തുന്നു. ഇതിൽ സെമിനൽ വെസിക്കിൾസ് എവിടെ കാണപ്പെടാന്നൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു ഓർഡർ പഠിച്ചു വെക്കുക. സെമിനിഫറസ്, പിന്നെ 4 ഡക്റ്റുകൾ, 4 ആക്സസറി ഡക്റ്റുകൾ, അവിടുന്ന് സെമിനൽ വെസിക്കിൾ, ഇജാക്കുലേറ്ററി ആൻഡ് യുറേത്രൽ മീറ്റസ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് പറഞ്ഞു? ടെസ്റ്റിസിൻ്റെ ഉള്ളിൽ പറഞ്ഞു സെമിനിഫറസ് ട്യൂബ്യൂൾസ്, അവിടുന്ന് 4 ഡക്റ്റ് വഴി പോയി. അതിനുശേഷം ആക്സസറി ഗ്ലാൻഡിലേക്ക് പോകും. ആക്സസറി ഗ്ലാൻഡിലെ ഒരാളാണ് സെമിനൽ വെസിക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ആക്സസറി ഗ്ലാൻഡ് 3 എണ്ണമാണ്. ഈ പേര് പഠിച്ചു വെക്കണം. ഒന്ന് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. ഇതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ എവിടെയാണ് വരുന്നത്, ഇതിൻ്റെയൊക്കെ ഫിഗർ അറിഞ്ഞിരിക്കണം. അത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഇത് കഴിഞ്ഞിട്ട് നോക്കും ഈ പാഠത്തിൻ്റെ, അപ്പോൾ മനസ്സിലാവും. സോ ആക്സസറി ഗ്ലാൻഡ് 3 എണ്ണമാണ്. ഒരു പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഉണ്ട്. സെമിനൽ വെസിക്കിൾസ് ഒരു പെയർ ഓഫ് 2 എണ്ണം ഉണ്ട് കേട്ടോ. സെമിനൽ വെസിക്കിൾസ്, ദെൻ കൗപ്പേഴ്സ് ഗ്ലാൻഡ്. ഇതിലാണ് സെമിനൽ പ്ലാസ്മ എന്ന് പറഞ്ഞ ഭാഗം കാണപ്പെടുന്ന ആക്സസറി ഗ്ലാൻഡിലെ. ഈ സെമിനൽ പ്ലാസ്മയുടെ ഫങ്ഷൻസ് എന്താണെന്നറിയോ? സെമിനൽ പ്ലാസ്മ നമ്മൾ സ്പേം ഇപ്പോൾ ഒഴുകി അതായത് പെയർഡ് ടെസ്റ്റിസിലേക്ക് എത്തി, അവിടെ നേരെ അത് കഴിഞ്ഞിട്ട് ആക്സസറി ഡക്റ്റ് കഴിഞ്ഞു, ഇപ്പോൾ ആക്സസറി ഗ്ലാൻഡിലേക്ക് എത്തി. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് കഴിഞ്ഞ് സെമിനൽ വെസിക്കിൾസ് കഴിഞ്ഞ് കൗപ്പേഴ്സ് ഗ്ലാൻഡിലേക്കൊക്കെ എത്തി. അവിടെ എത്തുമ്പോൾ സെമിനൽ പ്ലാസ്മയും ഈ സ്പേമും ചേർന്നിട്ടാണ് സെമൻ ആയിട്ട് മാറുക. പഠിച്ചു വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. സെമിനൽ പ്ലാസ്മയും സ്പേമും ചേർന്നാലാണ് സെമൻ ആവുക. അപ്പോൾ എന്തൊക്കെയാണ് സെമിനൽ പ്ലാസ്മയുടെ ഫംഗ്ഷൻ ചോദിക്കാം. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് സെമിനൽ പ്ലാസ്മ? ഇതാണ് സ്പേമിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, അതിന് വേണ്ട ന്യൂട്രീഷൻസ് കൊടുക്കുന്നത്. ഇനി അവിടെ വല്ല അസിഡിറ്റി ഉണ്ടെങ്കിൽ അതിനെ ആൽക്കലൈനിറ്റി ആക്കി മാറ്റുന്നത്. ഒരു ആൽക്കലി കൊടുക്കുക, അതാണ് ആൽക്കാലിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആൽക്കലിനിറ്റി അതായത് അസിഡിറ്റി ഉണ്ടെന്ന് വിചാരിക്കുക. അവിടെ അസിഡിറ്റി ഉണ്ടെങ്കിൽ അസിഡിറ്റിനെ കൗൺട്രാക്ട് ചെയ്ത് ഒരു ആൽക്കലിനിറ്റി കൊടുക്കുക, അല്ലെങ്കിൽ ആൽക്കലൈൻ ആക്കി മാറ്റുന്നത് ആരാണ്? സെമിനൽ പ്ലാസ്മയാണ്. സോ എന്തൊക്കെ ഫങ്ഷൻസ് ആണ്? ട്രാൻസ്പോർട്ടേഷൻ ഓഫ് സ്പേം, സപ്ലൈസ് ന്യൂട്രീഷൻ ടു സ്പേം, ആ സ്പേമിന് ന്യൂട്രീഷൻസ് കൊടുക്കുക, സ്പേമിനെ കടത്തിവിടുക, ആൽക്കലൈൻ ആക്കി മാറ്റുക. ഇത് 3ഉം ചെയ്യുന്നത് സെമിനൽ പ്ലാസ്മയാണ്. അപ്പോൾ ആക്സസറി ഗ്ലാൻഡിലേക്ക് എത്തി. 3 എണ്ണം കഴിഞ്ഞു. ആക്സസറി ഡക്റ്റ്, ആക്സസറി ഗ്ലാൻഡ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് എക്സ്റ്റേണൽ ജെനിറ്റാലിയ. 4ാമത്തെ ഭാഗം എക്സ്റ്റേണൽ ജെനിറ്റാലിയ. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ലാസ്റ്റ് ഒരു ഭാഗമാണിത്. പെനിസ്, എക്സ്റ്റേണൽ ജെനിറ്റാലിയ എന്ന് പറയും. അവിടെ സ്പോഞ്ച് ടിഷ്യൂസ് ആണ് കാണപ്പെടുന്നത്. സ്പെഷ്യൽ ഇറക്റ്റൈൽ ആയിട്ടുള്ള സ്പോഞ്ച് ടിഷ്യൂസ് കാണപ്പെടുന്നു. അവിടെ ബ്ലഡ് വന്ന് ഫില്ലാവുമ്പോഴാണ് അത് ഇറക്റ്റ് ആവുക. പെനിസൊക്കെ ഇറക്റ്റ് ആയിട്ട് മാറുക. ഇനി അതാണ് ഇൻസെമിനേഷന് ഹെൽപ്പ് ചെയ്യുന്ന ഭാഗം. പെനിസ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ജെനിറ്റാലിയാണ് എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നത്? ഇൻസെമിനേഷൻ. ഇൻസെമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്സ് ആയിട്ടുള്ള പെനിസാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഭാഗത്തിലേക്ക് കടന്നു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇൻസെമിനേഷൻ, അതായത് ഫീമെയിൽ
ബോഡിയിലേക്ക് കടന്നു പോകാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഭാഗമാണ് പെനിസ് എന്ന് പറയുന്നത്. അതാണ് ഇൻസെമിനേഷൻ. ഇതിനൊരു കോൺ ഷേപ്പ് ആയിട്ടുള്ള ടിപ്പ് ഉണ്ട്. അവിടെ ഗ്ലാൻസ് പെനിസ് കാണപ്പെടുന്നു. അവിടെ ഫോർസ്കിന്നാണ്, കവേർഡ് വിത്ത് പ്രെപ്യൂസ് അല്ലെങ്കിൽ ഫോർസ്കിന്ന് ഉണ്ട്. അപ്പം ഇത്രയാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഇനി ഫീമെയിലിൽ വരുന്നത് 3 ഭാഗമാണ്. നേരത്തെ പറഞ്ഞല്ലോ, പെയർഡ് ഓവറി, ആക്സസറി ഡക്റ്റ്, എക്സ്റ്റേണൽ ജെനിറ്റാലിയ, അങ്ങനെ 3 ഭാഗമാണ് വരുന്നത്. ഓവറിയുടെ പ്രത്യേകത അവിടെ നിന്നാണ് ഓവം ഉണ്ടാകുന്നത്. ഓവം അതായത് ഇപ്പം നമ്മൾ മെയിൽ ആണെങ്കിൽ സ്പേം ആണ് മെയിൻ ആയിട്ടുള്ള ഒരു ഭാഗം, അല്ലെങ്കിൽ ഒരു ഗെമേറ്റ്. മെയിൽ ഗെമേറ്റ് എന്ന് പറഞ്ഞാൽ സ്പേം ആണ്. ഫീമെയിൽ ഗെമേറ്റ് എന്ന് പറഞ്ഞാൽ അത് ഓവാണ്. ഈ ഓവത്തിൻ്റെ ഉള്ളിലാണ് എഗ്ഗൊക്കെ ഉണ്ടാവുക. അങ്ങനെ ഈ ഓവവും അതുപോലെ തന്നെ സ്പേമും ചേർന്നിട്ടാണ് ഫെർട്ടിലൈസേഷൻ നടക്കുക. അങ്ങനെ ഒരു കുഞ്ഞുണ്ടാകുന്നതൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ഓവറിൽ നിന്നാണ് ഓവം ഉണ്ടാവുന്നത്. അവിടെ 2 ഹോർമോൺസ് ഉണ്ടാവുന്നുണ്ട്, ഈസ്ട്രജനും പ്രൊജസ്ട്രോണും. ഈ ഓവറിനെ നമ്മൾ പെൽവിക് വോളിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്, യൂട്രസിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ട്. ലിഗ്മെന്റ്സ് വഴിയാണ് കണക്റ്റഡ് ടു പെൽവിക് വോൾ ആൻഡ് യൂട്രസ് ബൈ ലിഗ്മെന്റ്സ് വഴിയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഓവറി കവർ ചെയ്തിട്ടുണ്ട്. ഓവറിക്ക് ചുറ്റും നമ്മളൊരു തിൻ എപ്പിത്തെലിയം കാണപ്പെടുന്നുണ്ട്. ഇനി ഒവേറി അല്ലെങ്കിൽ ഓവറിയിൽ ഒരുപാട് ഫോളിക്കിൾസ് കാണപ്പെടും. ഒവേറിയൻ ഫോളിക്കിൾ, നമ്മളിങ്ങനെ വട്ടമുള്ള കുമിളകൾ, ഒവേറിയൻ ഫോളിക്കിൾസ് അല്ലെങ്കിൽ ഗ്രാഫിയൻ ഫോളിക്കിൾസ് എന്ന് പറയും. ആ ഫോളിക്യൂൾസിൻ്റെ ഉള്ളിലാണ് ഓവം ഉള്ളത്. അപ്പോൾ ഈ ഫോളിക്യൂൾസ് ഓവറിയുടെ ഉള്ളിൽ, ഇപ്പോൾ ഒരു ഫീമെയിൽ ബോഡിയിൽ ഓവറി 2 ഓവറി ഉണ്ട് 2 സൈഡിലായിട്ട്. അതിൽ ഓരോ ഓവറിയിൽ നിന്നും എന്ത് വരണം, ഓരോ ഫോളിക്യൂൾസുകൾ ഇങ്ങനെ വരും, ഇങ്ങനെയുള്ള ആൾക്കാർ വരും. അത് വളർന്ന് വലുതായി പൊട്ടിയിട്ടാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഓവം പുറത്തേക്ക് വരിക. അപ്പോൾ എവിടെയാണ് ഒവേറിയൻ ഫോളിക്യൂൾസ് അല്ലെങ്കിൽ ഗ്രാഫിയൻ ഫോളിക്യൂൾസ് ഉണ്ടെന്നും പഠിച്ചു വയ്ക്കുക. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ് അറിഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇനി ആക്സസറി ഡക്റ്റ്, രണ്ടാമത്തെയാണ് ആക്സസറി ഡക്റ്റ്. പെയർഡ് ഓവറിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഈ ഓവറിക്ക് ശേഷം തൊട്ടപ്പുറത്ത് വരുന്ന ഒന്നാണ് ആക്സസറി ഡക്റ്റ്. 2 ഡക്റ്റുകൾ കാണപ്പെടുന്നു. 2 ഓവി ഡക്ട്സ് എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ ഫെലോപ്പിയൻ ട്യൂബ് എന്നാണ് അതിന് പറയുക. പിന്നെ യൂട്രസ് അതിൽ ചേർന്നതാണ്, വെജൈന. ഇത് 3ഉം ചേർന്നതാണ് ആക്സസറി ഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ് അറിഞ്ഞിരിക്കുക. ഇനി ഇതിൽ ഈ ഓവറിയുമായി ബന്ധപ്പെട്ട് 3 ഭാഗങ്ങൾ വരുന്നുണ്ട്. ഓവി ഡക്ട്സ് നമ്മൾ പറഞ്ഞില്ലേ, 2 ഓവി ഡക്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ ഫെലോപ്പിയൻ ട്യൂബ് ഉണ്ട്. അത് ആക്സസറി ഡക്റ്റിലാണ് വരുന്നത്. ഇനി ഓവറിയുമായി ബന്ധപ്പെട്ട് ഓവറിയുടെ ഒപ്പമുള്ള 3 ഭാഗങ്ങളാണ്, അല്ലെങ്കിൽ ഓവി ഡക്ട്സുകൾ ഏതാണെന്ന് ചോദിച്ചാൽ ഇതാണ്: ഇൻഫെൻഡിബുലം, ആംപ്യൂള ആൻഡ് ഇസ്തുമസ്. അതായത് ഇപ്പോൾ ഇവിടെ ഒരു ഓവറി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഓവറിയുടെ തൊട്ടിപ്പുറത്ത് വിരല് പോലെ ഫിംഗർ ലൈക്ക് ആയിട്ടുള്ള ഭാഗമുണ്ട്. അതാണ് ഫിംബ്രിയ എന്ന് പറയുന്നത്. അതാണ് ഇൻഫെൻഡിബുലം എന്ന് പറഞ്ഞ ഭാഗം. ഇൻഫെൻഡിബുലം എന്ന് പറഞ്ഞ ഈ ഭാഗം എന്താണ്, അവിടെ കുറച്ച് ഫിംഗർ ലൈക്ക് വിരലുകൾ പോലുള്ള സാധനം കാണപ്പെടുന്നുണ്ട്. അതാണ് ഓവം. ഈ ഓവറിയിൽ നിന്ന് ഓവത്തിനെ കളക്ട് ചെയ്യുന്നത്. ഓക്കെ, ഫിംഗർ ലൈക്ക് ഫെബ്രിയ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഈ കളക്ട് ചെയ്ത ഓവർ നേരെ കടന്നു പോവുക ആംപ്യൂള വഴി ഇസ്തുമസിലേക്കാണ്. ഇസ്തുമസിൽ നിന്നാണ് യൂട്രസിലേക്ക് ജോയിൻ ചെയ്യുക. അത് അറിഞ്ഞിരിക്കുക. അപ്പോൾ പെയർഡ് ഓവറി കഴിഞ്ഞു. ആക്സസറി ഡക്റ്റിൽ 3 ഭാഗം, യൂട്രസും വജൈനയും ഇതെല്ലാം ചേർന്നതാണ്. അപ്പോൾ യൂട്രസിന് 3 ഭാഗങ്ങളുണ്ട്: അപ്പർ ഫണ്ടസ്, മിഡിൽ ബോഡി, ടെർമിനൽ സെർവിക്സ്. ഏറ്റവും മുകളിൽ അപ്പർ ഫണ്ടസ് ഉണ്ട്, നടുഭാഗത്ത് നമ്മുടെ മെയിൻ യൂട്രസിൻ്റെ ബോഡി, താഴെ ടെർമിനൽ സെർവിക്സ് എന്ന് നമ്മൾ പറയും. അപ്പോൾ ഓവറിയുടെ 3 ഭാഗം പഠിച്ചോളൂ: ഇൻഫെൻഡിബുലം, ആംപ്യൂള, ഇസ്തുമസ്. യൂട്രസിൻ്റെ 3 ഭാഗം പഠിച്ചു വെക്കുക കേട്ടോ. ഇതിൽ 3ാമത്തെയാണ് എക്സ്റ്റേണൽ ജെനിറ്റാലിയ എന്ന് പറയും. എക്സ്റ്റേണൽ ജെനിറ്റാലിയ എന്ന് പറയുന്നതിൽ തന്നെ വീണ്ടും പാർട്സുകളുണ്ട്. മോൺസ് പ്യൂബ്യൂസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പുറം ഭാഗമാണ്. അതായത് ഒരു ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്സിൻ്റെ ഏറ്റവും പുറമേ കാണപ്പെടുന്ന ഭാഗം. ഇപ്പം നമ്മൾ ഓവറിയും യൂട്രസിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഏറ്റവും പുറമേ വജൈനയുടെ സെക്ഷനാണ് ഇവിടെ പറയുന്നത് എക്സ്റ്റേണൽ ജെനിറ്റാലിയ. അതിൽ വരുന്നത് മോൺസ് പ്യൂബ്യൂസ് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്, വെസ്റ്റിബ്യൂൾസ് ഉണ്ട്, ലാബിയ മിനോറ ആൻഡ് ഹൈമൻ. ഇങ്ങനെ 4 കാണുന്നത്. മോൺസ് പ്യൂബ്യൂസ് എന്ന് പറഞ്ഞ ഒരു ഫാറ്റ് ടിഷ്യൂ ആണ്. അതിൽ പ്യൂബിക് ഹെയർസ് ഒക്കെ കാണപ്പെടുന്നുണ്ട്. വെസ്റ്റിബ്യൂൾസ് എന്ന് പറഞ്ഞാൽ ലാർജ് ഫ്ലഷി ഫാറ്റി ആയിട്ടുള്ള ഒരു ഭാഗമാണെന്ന് ഓർത്ത് വയ്ക്കുക. ലാബിയ മിനോറ ഉണ്ട്. ഹൈമൻ എന്ന് പറഞ്ഞാൽ അതൊരു മെംബ്രെയിൻ ആണ്, വിച്ച് പാർഷ്യലി കവേഴ്സ് ദ വെജൈനൽ ഓപ്പണിങ്ങിനെ ചെറിയ രീതിയിൽ കവർ ചെയ്യുന്ന ഒരു മെംബ്രെയിൻ ആണ് ഹൈമൻ എന്നുള്ളതും പഠിക്കുക. പിന്നെ ഹൈ സെൻസിറ്റീവ് ആയിട്ടുള്ള ക്ലിറ്റോറിസ് എന്ന് പറയുന്ന ഒരു ഭാഗവും കാണുന്നുണ്ട്. അപ്പോൾ മോൺസ് പ്യൂബ്യൂസ് ഉണ്ട്, ഫാറ്റ് ടിഷ്യൂ ആണ്, വെസ്റ്റിബ്യൂൾസ് ഉണ്ട്, ലാബിയ മിനോറ ആൻഡ് ഹൈമൻ ആൻഡ് ക്ലിറ്റോറിസിസ്. അപ്പോൾ ഇതാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം: പെയർഡ് ഓവറി, ആക്സസറി ഡക്റ്റ്, എക്സ്റ്റേണൽ ജെനിറ്റാലിയ എന്ന് പറയുന്ന 3 ഭാഗം. ഈ ആക്സസറി ഡക്റ്റ് 3 പഠിക്കാൻ മറക്കണ്ട.
അതുപോലെ ഓവറിയുടെ 3 ഭാഗങ്ങൾ പഠിക്കാൻ മറക്കരുത്. യൂട്രസിൻ്റെ 3 ഭാഗങ്ങളുണ്ട്. ഇനി യൂട്രസിൻ്റെ ഭിത്തികളിൽ ചില ലെയറുകളുണ്ട്. യൂട്രസ് ആണെങ്കിലും യൂട്രസിൻ്റെ പുറമെ കാണപ്പെടുന്ന 3 ലെയർ. ഒന്ന് പെരിമെട്രിയം, മയോമെട്രിയം, എൻഡോമെട്രിയം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പെരിമെട്രിയം എന്ന് പറഞ്ഞാൽ ഒരു പുറമേ കാണുന്ന തിൻ മെംബ്രെയിൻ ആണ്. മയോമെട്രി എന്ന് പറഞ്ഞാൽ മിഡിലിൽ കാണുന്നതാണ്. എന്ന് ആലോചിച്ചാൽ മതി. മയോ എന്ന് പറഞ്ഞാൽ മിഡിൽ. എൻഡോമെട്രി എന്ന് പറഞ്ഞാൽ ഇന്നർ ഗ്ലാൻഡുലാർ ആൻഡ് വെസ്കുലാർ ലെയർ, ഉള്ളിൽ കാണുന്ന ഒരു ലെയർ ആണെന്നുള്ളതും പഠിച്ചു വെച്ചോട്ടാ. അപ്പോൾ ഇതിൻ്റെ ഒരു ഓർഡർ എങ്ങനെയാണ്? സെമിനിഫറസ് ട്യൂബ്യൂൾസിൽ നിന്ന് ഇങ്ങനെ ഓർത്ത് വയ്ക്കുക. ഇത് നമ്മുടെ മെയിൽ, ഇത് മെയിൽ റീപ്രൊഡക്റ്റീവിൻ്റെ ഒരു ഓർഡറാണ് നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ടത്. സെമിനിഫറസ് ട്യൂബ്യൂൾസിൽ നിന്ന് റെക്ടോ ടെസ്റ്റിസ് വഴി, വാസ എഫറൻസ് വഴി, എപ്പിഡിഡൈമസ് വഴി, വാസ ഡെഫറൻസ് വഴി, ഇജാക്കുലേറ്ററി ഡക്റ്റ് വഴി, യൂറേത്ര ആൻഡ് യൂറേത്രൽ മീറ്റേഴ്സ്. ഇത് മെയിലിൻ്റെ. ഇനി അവരുടെ ആക്സസറി ഡക്റ്റുകൾ പേര് മറക്കണ്ട. റെക്ടേ ടെസ്റ്റിസ്, വാസ എഫറൻഷ്യ, എപ്പിഡിഡൈമസ് ആൻഡ് വാസ് ഡിഫറൻസ്. ആക്സസറി ഗ്ലാൻഡ് ഏതൊക്കെയായിരുന്നു? പെയേർഡ് സെമിനൽ വെസിക്കിൾ, പ്രൊസ്റ്റേറ്റ് ഗ്ലാൻഡ് ആൻഡ് പൗപ്പേഴ്സ് ഗ്ലാൻഡ്. ആക്സസറി ഗ്ലാൻഡുകളെ പേര് കേട്ടോ. അപ്പോൾ ഇത് പഠിക്കണം. പിന്നെ നമ്മൾ പറഞ്ഞത് സെമിനൽ പ്ലാസ്മയും സ്പേമും ചേർന്നിട്ടാണ് സെമൻ ഫോം ചെയ്യുന്നത്. സെമിനൽ പ്ലാസ്മ എന്ന് പറഞ്ഞാൽ റിച്ച് ഇൻ ഫ്രക്ടോസ് ആണ്, റിച്ച് ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഒന്ന് പെയേർഡ് ടെസ്റ്റിസ് നമ്മൾ പറഞ്ഞു. അതിനുശേഷം ആക്സസറി ഡക്റ്റ്, ഇതൊക്കെ മെയിലിൻ്റെ ആണ് കേട്ടോ. മെയിൽ ആക്സസറി ഡക്റ്റ്. പിന്നെ ആക്സസറി ഗ്ലാൻഡുകൾ 3 ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. സെമിനൽ വെസിക്കിൾസ്, പ്രൊസ്റ്റേറ്റ് ഗ്ലാൻഡ്, പൗപ്പേഴ്സ് ഗ്ലാൻഡ്സ് എന്ന് പറഞ്ഞിട്ട് 3 ഉണ്ട്. അത് ഓർത്ത് വയ്ക്കുക. അതിനുശേഷം ഇപ്പോൾ മെയിലും ഫീമെയിലും റീപ്രൊഡക്റ്റീവ് പാർട്സ് കഴിഞ്ഞു. അടുത്തതാണ് സ്പെർമറ്റോജെൻസിസ് ആൻഡ് ഊജെൻസിസ്. ഈ രണ്ടിൻ്റെ ഡിഫറൻസ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതിലാദ്യം സ്പെർമറ്റോജെൻസിസ് എന്ന് പറഞ്ഞാൽ സ്പേംസ് ഫോം ചെയ്യുന്നതാണ്. അത് ഉണ്ടാകുന്നത് ടെസ്റ്റിസിലാണ് സ്പേംസ് ഫോം ചെയ്യുന്നത്. ഈച്ച് പ്രൈമറി സ്പെർമറ്റോസൈറ്റ്സ് പ്രൊഡ്യൂസ് നമ്പർ ഓഫ് 4 സ്പേംസ്. അതായത് ഓരോ പ്രൈമറി അല്ലെങ്കിൽ ആദ്യത്തെ സ്റ്റേജ് സ്പെർമറ്റോസൈറ്റ് ഉണ്ടാവുന്നതാണ്. ഈ സ്പെർമറ്റോസൈറ്റിൽ നിന്ന് 4 സ്പേംസ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഒരു 10 സ്പെർമറ്റോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ 10 × 4 40 സ്പേംസ് ഉണ്ടാവും. ഇനി അടുത്ത് പോളാർ ബോഡി ഒന്നും ഉണ്ടാവുന്നില്ല. ഇവിടെ പ്യൂബേർട്ടിയിലാണ് ഇതുണ്ടാവുക. സ്പെർമറ്റോജെൻസിസ് എന്ന് പറഞ്ഞാൽ പ്യൂബേർട്ടിയിലാണ് സ്റ്റാർട്ട് ചെയ്യുള്ളവർക്ക്. ഈ സ്പേംസ് ഉണ്ടാവുന്ന പ്രോസസ്സ് പ്യൂബേർട്ടി എന്ന് പറയുന്ന ഒരു 12-13 ആ ഒരു പ്രായപൂർത്തിയാകുന്ന ഒരു ഏജിലാണ് തുടങ്ങുള്ളൂ. ഇത് എത്ര വേണമെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്യും. ഇത് മെയിലിൻ്റെ കേസാണ്. സ്പെർമറ്റോജെൻസിസ് എന്ന് പറഞ്ഞാൽ പുരുഷന്മാരിൽ സ്പേംസ് ഉണ്ടാവുന്നതിനൊരു ഏജ് ലിമിറ്റ് ഇല്ല, എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവും. ദെൻ ഊജെൻസിസ് എന്ന് പറഞ്ഞാൽ അത് ഫോർമേഷൻ ഓഫ് ഓവമാണ്. ഓവം പ്രൊഡ്യൂസ് ചെയ്യുക, സ്ത്രീകളിലെ ഓവം ഉണ്ടാവുന്ന പ്രോസസ്സാണ് ഊജെൻസിസ്. അത് ഓവറിയിലാണ് ഉണ്ടാവുക. ഒക്കറിൻ ഓവറി എന്ന് പറഞ്ഞാൽ മതി. ഇതിൽ പ്രൈമറി ഊസൈറ്റ് ആണ് ആദ്യം ഉണ്ടാവുക. ഈ പ്രൈമറി ഊസൈറ്റ്സ് ഒരു ഓവമാണ് പ്രൊഡ്യൂസ് ചെയ്യുക. മറ്റോടത്ത് പ്രൈമറി സ്പെർമറ്റോസൈറ്റ് 4 സ്പേംസിന് പ്രൊഡ്യൂസ് ചെയ്യും. ഇവിടെ ഒരു ഓവാണ് ഉണ്ടാവുള്ളൂ. ഇവിടെ ചില പോളാർ ബോഡികൾ ഒപ്പം ഫോം ചെയ്യുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഫിഗറും ക്വസ്റ്റ്യൻസും നമുക്ക് നോക്കാം കേട്ടോ. ഇനി ഈ ഊജെൻസിസ് ഓവം ഉണ്ടാവുന്ന പ്രോസസ്സ് എംബ്രയോണിക് സ്റ്റേജിലേ തുടങ്ങും. ഒരു കുട്ടി വയറ്റിൽ ഇപ്പോൾ പ്രഗ്നൻ്റ് ആണ്, വയറ്റിലൊരു ഉണ്ണി ഉണ്ടെങ്കിൽ ആ സ്റ്റേജിൽ തന്നെ, അതിൻ്റെ എംബ്രയോണിക് സ്റ്റേജിന് എംബ്രയോ ആയി മാറുന്ന സ്റ്റേജിൽ തന്നെ ആ ഒരു ഊജെൻസിസ് ഓവം ഉണ്ടാവുന്ന പ്രോസസ്സ് തുടങ്ങും. എന്നിട്ട് പ്യൂബേർട്ടി വരെ പ്യൂബേർട്ടിയുടെ സമയത്ത് അത് സസ്പെൻഡ് ചെയ്യും എന്ന് പറഞ്ഞാൽ അത് നിൽക്കും. ആദ്യം എംബ്രിയോണിക് സ്റ്റേജിൽ തുടങ്ങും, പ്യൂബേർട്ടിയുടെ സമയം വരെ അത് സസ്പെൻഡ് ചെയ്യും, അത് ബ്രേക്കാക്കി നിർത്തും. പിന്നെ അവിടുന്ന് ശേഷം വീണ്ടും തുടങ്ങും. ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് ഏകദേശം 50 ഏജ് വരെ, 50 വയസ്സ് വരെ ഓവം പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ സ്പെർമറ്റോജെൻസിസും ഊജെൻസിസും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. പിന്നെ മെൻസ്ട്രൽ സൈക്കിളിൽ പഠിച്ചു വയ്ക്കുക. മെയിൻലി 4 സൈക്കിളാണ് വരുന്നത്. മെൻസ്ട്രൽ സൈക്കിൾസ് ഏതൊക്കെയാണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അതിലാദ്യം ഫസ്റ്റ് ഫേസ് മെൻസ്ട്രൽ ഫേസ് ആണ്. മെൻസ്ട്രൽ ഫേസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 1 തൊട്ട് 5 ദിവസങ്ങളാണ് മെൻസ്ട്രൽ ഫേസ്. മെൻസ്ട്രൽ ഫ്ലോ ഉണ്ടാകുന്ന ദിവസമാണത്. ഇതൊരു 3 to 5 ദിവസമാണ് എക്സ്റ്റെൻഡ് ചെയ്യുക. സോ മെൻസ്ട്രേഷൻ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? മെൻസ്ട്രേഷൻ ഒരു സ്ത്രീകളിലെ മെൻസ്ട്രേഷൻ സംഭവിക്കാൻ കാരണം ആ ഉണ്ടായ ഓവം, ഇപ്പോൾ ഒരു ഓവം ഉണ്ടായതൊക്കെ നമ്മൾ പഠിച്ചു, എങ്ങനെ വന്നു, ഏതിൽ കൂടെ ഒക്കെ കടന്നുപോയി, യൂട്രസിൽ കൂടെ ഒക്കെ പോയി എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഈ ഉണ്ടായ ഓവം ഫെർട്ടിലൈസ്ഡ് ആയില്ല, സ്പേമായിട്ട് കൂടി ചേർന്നില്ലെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? മെൻസ്ട്രേഷൻ ഉണ്ടാവും. അപ്പോൾ മെൻസ്ട്രേഷൻ ഉണ്ടാവാൻ കാരണം എന്താ? നമ്മുടെ യൂട്രസിൻ്റെ എൻഡോമെട്രിയൽ ലൈനിങ്ങും ബ്ലഡ് വെസൽസും ബ്രേക്ക് ആവാണ്. അതായത് ഒരു ഓവം ഉണ്ടായി, അതായത് ഓവറിയിൽ നിന്ന് ഓവം വന്നു, ഫോളിക്യൂൾസ് ഒക്കെ വന്നു, അതിലൊരു മെയിൻ ഫോളിക്യൂൾസ് ഉണ്ടായി, അവിടുന്ന് ഓവം ഉണ്ടായി. ഈ ഓവം നേരെ യൂട്രസിൽ പറ്റിപ്പിടിക്കും. ഈ പറ്റിപ്പിടിക്കണമെന്നുണ്ടെങ്കിൽ യൂട്രസ്
എന്ത് ചെയ്യും, എൻഡോമെട്രി ലൈനിങ് അതൊരു കട്ടി കൂട്ടും. ഈ ഓവം വരുന്നുണ്ടല്ലോ, ഓവം വന്ന് നിന്നോട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടി യൂട്രസിന് എൻഡോമെട്രി ലൈനിങ് വന്നുകൊണ്ടിരിക്കും. അതുപോലെ ചില ബ്ലഡ് വെസൽസ് ഒക്കെ കട്ടി കൂട്ടും യൂട്രസിന്റെ. അപ്പൊ ഇത് ഫെർട്ടിലൈസേഷൻ നടക്കാണ്ടാവുമ്പോൾ ഈ ഓവത്തിലേക്ക് സ്പേം എത്തിയിട്ടില്ല, ഫെർട്ടിലൈസേഷൻ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ കട്ടിയായി വന്ന ഭാഗങ്ങളൊക്കെ അവിടെ വെച്ച് ബ്രേക്ക് ആവും. എൻഡോമെട്രി ലൈനിങ് ഒക്കെ അത് ബ്രേക്ക് ആയിട്ട് മെൻസ്ട്രേഷൻ സംഭവിക്കും. ഇനി മെൻസ്ട്രേഷൻ വന്നില്ലെങ്കിൽ അതിന് കാരണം ഒന്നുകിൽ പ്രഗ്നൻ്റ് ആയിരിക്കും, അതായത് ഓവും എഗ്ഗും ഓവും സ്പേമും ഫെർട്ടിലൈസ്ഡ് ആയി യൂട്രസിൽ ചേർന്നു ഇംപ്ലാന്റ് ചെയ്തു എന്നാണ് അർത്ഥം. അപ്പോൾ മെൻസ്ട്രേഷൻ വന്നിട്ടില്ലെങ്കിൽ ഒന്നുകിൽ പ്രഗ്നൻ്റ് ആണ്, അല്ലെങ്കിൽ സ്ട്രെസ്, അല്ലെങ്കിൽ പ്യുവർ ഹെൽത്ത് ഒക്കെ ആണെന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ അതാണ് മെൻസ്ട്രൽ ഫേസ്. അടുത്തത് ഫോളിക്കുലർ ഫേസ് ആണ്. അത് 5 to 13 ദിവസത്തിനുള്ളിലാണ്. ഇത് പീരീഡ്സ് ആയിട്ട് 5 days to 13 days വരെയാണ് ഫോളിക്കുലർ ഫേസ് എന്ന് പറയാം. അവിടെ നിന്നാണ് FSL ആൻഡ് LH എന്ന് പറയാം ഹോർമോൺസ് ഉണ്ടാവുന്നത്. ഇത് നമ്മുടെ തലയിൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നാണ് ഇതൊക്കെ വരുന്നത് കേട്ടോ. നമ്മളവർ വിളിക്കുന്ന പേര് ഗുണാഡോട്രോപ്പിൻസ് എന്നാണ്. ഗുണാഡോട്രോപ്പിൻസ് ഹോർമോൺസ് ആണ് FSLഉം LHഉം. ഓക്കെ, ഇത് 8 to 12 days ആണ് ഫോളിക്കുലർ ഫേസ് എക്സ്റ്റെൻഡ് ചെയ്ത് നിർത്തുക. ആ ഒരു കാര്യം അറിഞ്ഞിരിക്കണം. സോ പിറ്റ്യൂട്ടറിയിൽ നിന്ന് FSH ആൻഡ് LH എന്ന് പറയുന്ന രണ്ട് ഗുണാഡോട്രോപ്പിൻസ് എന്നാണ് നമ്മളിവരെ ഒരുമിച്ച് വിളിക്കുക. ഇതിൽ FSH ആണ് പ്രൈമറി ഫോളിക്യൂൾസിനെ ഗ്രാഫിൻ ഫോളിക്യൂൾസ് ആക്കി മാറ്റുക. അതായത് നമ്മൾ FSH എന്ന് പറഞ്ഞ ഹോർമോൺ പിറ്റ്യൂട്ടറിയിൽ നിന്ന് വന്നു എന്നുണ്ടെങ്കിൽ നമ്മുടെ ഓവറിയിൽ നിന്ന് വന്ന പ്രൈമറി ഫോളിക്യൂൾസ്, കുറേ ഫോളിക്യൂൾസ് ഉണ്ടാവും, അതിലെ ഏതെങ്കിലും ഒരു പ്രൈമറി ഫോളിക്യൂൾസിനെ ഗ്രാഫൈൻ ഫോളിക്യൂൾസ് ആക്കി മാറ്റുക. ഗ്രാഫൈൻ എന്ന് പറഞ്ഞാൽ ഓവേറിയൻ ഫോളിക്യൂൾസ്, മെച്ചുവർഡ് ആയിട്ടുള്ള ഫോളിക്യൂൾ ആക്കി മാറ്റുന്നത് FSH ആണ്. അതിൽ നിന്നാണ് ഈസ്ട്രജൻ പുറത്തേക്ക് വരുന്നത്. ഈ ഈസ്ട്രജൻ എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്? ഈസ്ട്രജൻ ആണ് ഇപ്പോൾ ഓൾറെഡി റപ്ചർ ആയിട്ട് കിടക്കുന്നുണ്ട് നമ്മുടെ യൂട്രസിൻ്റെ യൂട്ടേറിയൻ, അതായത് ആ തിക്നെസ് ഒക്കെ പൊട്ടിക്കെടുക്കുകയാണ്. അപ്പോൾ അത് വീണ്ടും ശരിയാക്കുക. അതാണ് പ്രോളിഫറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റപ്ചേർഡ് യൂട്ടേറിയൻ എൻഡോമെട്രിയം, അതുപോലെ മ്യൂക്കസ് ലൈനിങ് ഓഫ് ഓവിഡക്റ്റ് ആൻഡ് വജൈന ഓവിഡക്റ്റിലൊക്കെ ഉള്ള ലൈനിങ്, എൻഡോമെട്രിയൽ യൂട്ടേറിയൻ, ആ ലൈനിങ് ഒക്കെ വീണ്ടും ശരിയാക്കി വീണ്ടും അതിൻ്റെ തിക്നെസ്സിലേക്ക് ആക്കുന്നത്. ഓൾറെഡി ഇപ്പോൾ യൂട്രസ് ആണെങ്കിൽ യൂട്രസിൻ്റെ ഈ എൻഡോമെട്രിയൽ ലൈനിങ് ഒക്കെ ഇപ്പോൾ ബ്രേക്കായി മെൻസ്ട്രേഷൻ കഴിഞ്ഞാൽ വീണ്ടും ഈ ഓവം അടുത്തേക്ക് വരുമ്പോൾ അതിനെ വീണ്ടും കട്ടിയാക്കുന്നത്, യുട്ടേറിയൻ എൻഡോമെട്രിയം ആക്കി മാറ്റി വീണ്ടും ശരിയാക്കുന്നത് പ്രോളിഫറേഷൻ എന്ന് പറഞ്ഞാൽ അത് ഈസ്ട്രജൻ എന്ന് പറഞ്ഞ ഹോർമോണാണ്. അതേപോലെ FSH ഒന്ന് കുറയ്ക്കുക, FSHനെ സപ്രഷൻ ചെയ്യുന്നതും ഈസ്ട്രജനാണ്. അതുപോലെ LH ലൂട്ടീനൈസിങ് ഹോർമോണാണ്. LH ഉണ്ടാവുന്നതും ഈസ്ട്രജനിൽ നിന്നാണ്. അപ്പോൾ ഇത് പഠിച്ചോളൂ. FSHഉം LHഉം പ്രൈമറി ഫോളിക്യൂൾസിനെ ഇറ്റ് ഗെറ്റ് ട്രാൻസ്ഫേർഡ് ടു ഗ്രാഫിയൻ ഫോളിക്യൂൾസ് ആക്കുന്നു. ഈസ്ട്രജൻ വരുന്നതൊക്കെ FSH നിന്നാണ്. FSH എന്താ ചെയ്യണമെന്ന് പഠിച്ചോട്ടാ. പ്രോളിഫറേഷൻ ഓഫ് റപ്ചേർഡ് യൂട്ടേറിൻ എൻഡോമെട്രിയം, യൂട്രസിൻ്റെ യൂട്ടേറിൻ എൻഡോമെട്രിയം നശിച്ചു കിടക്കുന്ന അല്ലെങ്കിൽ പൊട്ടിയ അതിനെ വീണ്ടും ശരിയാക്കുന്നു. അത് പഠിക്കുക. അപ്പോൾ അതാണ് ഫോളിക്കുലർ ഫേസ്. ഓവുലേറ്ററി ഫേസ് എന്ന് പറഞ്ഞാൽ 14ാമത്തെ ദിവസമാണ്. ഇപ്പോൾ ആദ്യത്തെ 1 തൊട്ട് 5 വരെ മെൻസ്ട്രൽ ഫേസ്, 5 തൊട്ട് 13 വരെ ഫോളിക്കുലർ ഫേസ് എന്നാണ് പറയുക. 14ാമത്തെ ദിവസമാണ് ആക്ച്വലി ഓവുലേറ്ററി ഫേസ്, ഓവുലേഷൻ നടക്കുന്നത്. അതായത് FSHഉം LH ഒക്കെ ഉണ്ടായി പീക്ക് ലെവൽ എത്തുമ്പോഴാണ് ഓവുലേഷൻ നടന്നു എന്ന് നമ്മൾ പറയാം. റാപ്പിഡ് സീക്രഷൻ ഓഫ് LH ഹോർമോണുകൾ ഒരുപാട് വന്നു എന്നുണ്ടെങ്കിൽ അപ്പോൾ ഓവുലേഷൻ നടന്നു എന്നാണ് മീനിങ്. ഓവുലേഷന് ശേഷം ഈ ഗ്രാഫിയൻ ഫോളിക്കിൾസ് യെല്ലോ എൻഡോക്രൈൻ മാസ് ആയിട്ടുള്ള യെല്ലോ നിറത്തിലുള്ള കോർപ്പസ് ല്യൂട്ടമായിട്ട് മാറും. അവിടെ നിന്നാണ് പ്രൊജസ്ട്രോൺ വരുന്നത് എന്നുള്ളതും പഠിച്ചു വയ്ക്കുക. പ്രൊജസ്ട്രോണിൻ്റെ ഫങ്ഷൻസ് 3 എണ്ണമാണ്. അത് ചെയ്യുന്നത് മേക്സ് ദ എൻഡോമെട്രിയം മാക്സിമം വെസ്കുലർ തിക്ക് ആൻഡ് സോഫ്റ്റ്. ഈ പ്രൊജസ്ട്രോൺ ആണ് ഇപ്പോൾ ഓവുലേഷനൊക്കെ കഴിഞ്ഞു. പ്രൊജസ്ട്രോൺ ആണ് എന്ത് ചെയ്യുന്നത്? ഓവുലേഷൻ അല്ലെങ്കിൽ ആ യൂട്രസിൻ്റെ തിക്നെസ് കൂട്ടുന്നത്. ഇംപ്ലാന്റേഷന് വേണ്ടി, അതായത് ഓവം തൊട്ടടുത്ത് വന്നു അതിനുള്ളിലേക്ക് കടത്തിവിട്ട് ഇംപ്ലാന്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് പ്രൊജസ്ട്രോൺ ആണ്. ഇൻഹിബിറ്റ് FSH സീക്രഷൻ ടു പ്രിവെൻറ്റ് ഡെവലപ്മെൻറ്റ് ഓഫ് സെക്കൻഡ് ഒവേറിയൻ ഫോളിക്യൂൾ. വേറൊരു ഫോളിക്യൂൾസ് വരാതെ ഇപ്പോൾ വന്നതിനെ കറക്റ്റായിട്ട് ഇംപ്ലാന്റ് ചെയ്യുന്നതും പ്രൊജസ്ട്രോൺ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഓർഡർ നിങ്ങൾ എങ്ങനെയാണ് ഓർത്ത് വയ്ക്കുക? ഫസ്റ്റ് എന്ത് ചെയ്യുന്നു? 1 തൊട്ട് 5 ദിവസം വരെ മെൻസ്ട്രൽ ആണ്. മെൻസ്ട്രൽ ഫ്ലോ ഉണ്ടാവാൻ കാരണം എന്താ? ഫെർട്ടിലൈസേഷൻ ഒന്നും നടന്നില്ല, സ്പേമും അതുപോലെ തന്നെ ഓവും കൂടി ചേർന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മുടെ യൂട്രസിൻ്റെ എൻഡോമെട്രി ലൈനിങ് ഒക്കെ ബ്രേക്ക് ആവുന്നു, അങ്ങനെ ബ്ലീഡിങ് ഉണ്ടാവുന്നു, മെൻസ്ട്രേഷൻ ആവുന്നു.
ഓക്കെ, മെൻസ്ട്രേഷനായി. അതിനുശേഷം അടുത്ത സ്റ്റേജിൽ ഇപ്പോൾ ആദ്യത്തെ 5 ദിവസം അല്ലെങ്കിൽ 5 ദിവസം അങ്ങനെ കഴിഞ്ഞു, 5 തൊട്ട് 13 വരെ എന്ത് ചെയ്യും, പുതിയ പുതിയ ഹോർമോൺസ് വരും പിറ്റ്യൂട്ടറിയിൽ നിന്ന്, FSHും LHും. ഇതിൽ FSH എന്ത് ചെയ്യും, അവിടെ ഓവറിയിലുള്ള പ്രൈമറി ഫോളിക്യൂൾസിനൊക്കെ ഗ്രാഫൈൻ ഫോളിക്യൂൾസ്, ഒന്ന് മെച്ചേർഡ് ആയിട്ടുള്ള, ഒന്ന് വലുതായി ഒന്ന് ഡെവലപ്പ് ആയിട്ടുള്ള ഗ്രാഫൈൻ ഫോളിക്യൂൾസ് ആവും. അതിൻ്റെ ഉള്ളിലാണ് ഓവം ഉള്ളത്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഈസ്ട്രജൻ പുറത്തേക്ക് വരുന്നുണ്ട്. ആ ഈസ്ട്രജനാണ് 3 കാര്യങ്ങളെ ഹെൽപ്പ് ചെയ്യണത്. വീണ്ടും യൂട്രസിന് അല്ലെങ്കിൽ യൂട്ടേറിയൻ എൻഡോമെട്രിയത്തിനെ വീണ്ടും പ്രോളിഫറേഷൻ ചെയ്യുന്നതും, FSH അത് കുറയ്ക്കുക, FSHൻ്റെ ഹോർമോണിൻ്റെ അളവ് കുറയ്ക്കുക, LH ഹോർമോൺസിനെ കൂട്ടുക, ഇതൊക്കെ ചെയ്യുന്നത് അവിടെ വെച്ചിട്ടാണ്. അപ്പോൾ LHും FSHും കൂടിയിട്ടാണ് പിന്നെ ഓവുലേറ്ററി ഫേസിലേക്ക് എത്തുക 14ാമത്തെ. അപ്പോൾ അത്രയും മാക്സിമം അറ്റൈൻ പീക്ക് ലെവലാണെങ്കിൽ ഓവുലേഷൻ നടന്നു എന്നാണ് അർത്ഥം. അതിനുശേഷമാണ് സീക്രട്ടറി ഫേസ് അല്ലെങ്കിൽ ല്യൂട്ടിയൽ ഫേസ് എന്ന് പറയാം. 15 തൊട്ട് 28 ദിവസം വരെയാണ് ഓവുലേഷൻ കഴിഞ്ഞു. അപ്പോൾ ആദ്യം മെൻസ്ട്രേഷൻ, അത് കഴിഞ്ഞിട്ട് 2 ഹോർമോൺസ് വരുന്നു, അതിനുശേഷം അത് പീക്ക് ലെവലിലെത്തുന്നു, ഓവുലേഷൻ നടക്കുന്നു. ഓവുലേഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ ആ ഓവം വലുതായി, അതായത് ആ ഫോളിക്കിൾസ് വലുതായി, ഗ്രാഫിൻ ഫോളിക്കിൾസ് വലുതായി, അതിൻ്റെ ഉള്ളിൽ നിന്ന് ഓവം പുറത്തേക്ക് വന്നു. ഓവുലേഷന് ശേഷം അത് നേരെ കോർപ്പസ് ല്യൂട്ടത്തിലേക്കാണ് പോവുക. അവിടുന്ന് പ്രൊജസ്ട്രോൺ ഹോർമോൺസ് വരുന്നു. ആ പ്രൊജസ്ട്രോൺ ഹോർമോൺസ് ആണ് യൂട്രസിനെ തിക്കാക്കി ആ ഒരു ഓവത്തിനെ നേരെ യൂട്രസിൻ്റെ ഉള്ളിലേക്ക് ഇംപ്ലാന്റ് ചെയ്യുന്നതും വേറെ ഒവേറിയൻ ഫോളിക്യൂൾസ് വരാതെ തടഞ്ഞു നിർത്തുന്നതും പ്രൊജസ്ട്രോൺ ആണ്. 4 ഫേസ് ഓർത്ത് വയ്ക്കുക: മെൻസ്ട്രൽ, ഫോളിക്കുലാർ ഫേസ്, ഓവുലേറ്ററി ഫേസ് ആൻഡ് സീക്രട്ടറി ഫേസ്. ല്യൂട്ടിയൽ ഫേസ് എന്ന് നമ്മളിതിനെ വിളിക്കാറുണ്ട് കേട്ടോ. ഇനി ഫെർട്ടിലൈസേഷൻ നടന്നില്ല, അതായത് സ്പേമും ഓവും ഫെർട്ടിലൈസ്ഡ് ആയില്ല എന്നുണ്ടെങ്കിൽ അവിടെയുള്ള കോർപ്പസ് ല്യൂട്ടം, അതായത് നമ്മുടെ ആ ഓവം ഉണ്ടല്ലോ, അത് നേരെ കോർപ്പസ് ല്യൂട്ടത്തിലേക്ക് എത്തുമെന്ന് പറഞ്ഞു, യെല്ലോ കളറിലുള്ളത്. അവിടെ വെച്ച് അത് നശിക്കും. ഇനിയിപ്പോൾ ഓക്കെ ആയി, ഫെർട്ടിലൈസേഷൻ നടന്നുവെന്നുണ്ടെങ്കിൽ കോർപ്പസ് ല്യൂട്ടം പ്രൊജസ്ട്രോൺ പുറത്തേക്ക് വിടും, യൂട്രസ് തിക്കാവും. അങ്ങനെ നടന്നില്ലെങ്കിൽ അത് അവിടെ വെച്ച് നശിക്കും. ഡിസിൻറ്റഗ്രേഷൻ ഓഫ് എൻഡോമെട്രിയം, അതായത് യൂട്രസിൻ്റെ എൻഡോമെട്രിയം വീണ്ടും അത് റപ്ചർ ആവും, ബ്ലീഡിങ് വരും, നെക്സ്റ്റ് മെൻസ്ട്രേഷൻ തുടങ്ങും. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ഇങ്ങനെയാണ് വരിക: സ്പേംസ് വജൈനയിലേക്ക് കടക്കുന്നു, അവിടുന്ന് സെർവിക്കൽ കനാൽ വഴി യൂട്രസിലേക്ക് എത്തുന്നു. യൂട്രസിലേക്ക് ആര് വരും? യൂട്രസിൽ നിന്ന് ഇസ്തുമസ് വഴി ആംപ്യൂലറി റീജിയനിലേക്ക് എത്തും. അപ്പോൾ നമ്മുടെ ഇതിപ്പോൾ മെയിലിൻ്റെ സ്പേംസ് വജൈനയിലേക്ക്, അവിടുന്ന് സെർവിക്കൽ കനാലിലേക്ക്, യൂട്രസ് വഴി ഇസ്തുമസിലേക്ക്, ആംപ്യൂലർ റീജിയനിൽ ഇപ്പോൾ എത്തി, നമ്മുടെ സ്പേം എത്തി. അതിനുശേഷം അപ്പോൾ അപ്പുറത്ത് എന്ത് സംഭവിക്കുക? ഫീമെയിൽ ബോഡിയിലെ ഓവത്തിൽ നിന്ന് ഫിംബ്രിയ വഴി, അതായത് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ, ഫിംഗർ പോലെയുള്ള ഭാഗം ഈ ഓവത്തിനെ വാങ്ങുന്നു. അവിടുന്ന് ഇൻഫെൻഡിബുലം വഴി, ആംപ്യൂല വഴി ആ ഒരു ഓവം നേരെ എവിടേക്ക് എത്തും? ഈ ഭാഗത്തേക്ക് എത്തും. അവിടെ വെച്ചിട്ടാണ് ഫെർട്ടിലൈസേഷൻ, രണ്ടും കൂടി കൂടിച്ചേരുക, ഓവം സ്പേമും. അങ്ങനെ കൂടി ചേർന്നിട്ടുള്ളതാണ് നേരെ എവിടേക്ക് എത്തുന്നത്? യൂട്രസിലേക്ക്, എൻഡോമെട്രിയൽ ലൈനിങ്ങിലേക്ക് വന്നു ചേർന്ന് ഇംപ്ലാന്റ് ചെയ്യുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൽ ഒരു ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ എന്നുള്ളത് പ്ലാസെൻ്റയുടെ ഫങ്ഷൻസ്. അതായത് ഇപ്പോൾ ഒരു യൂട്രസിലൊരു കുഞ്ഞ് ജനിച്ചു അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് ഉണ്ടായി എന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ അമ്മയുമായി കണക്ട് ചെയ്യുന്ന ഒന്നാണ് പ്ലാസെൻ്റ. നമ്മൾ പ്രസവിച്ചു കഴിഞ്ഞാലൊക്കെ പൊക്കിൽ കൂടി കട്ട് ചെയ്യാന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. അതാണ് ഈ പ്ലാസെൻ്റ എന്ന് പറഞ്ഞാൽ. ഈ പ്ലാസെൻ്റ എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്? അതാണ് അമ്മയും മദറും അല്ലെങ്കിൽ അമ്മയും കുട്ടിയും തമ്മിലുള്ള ഒരു കണക്ഷൻ. ആക്ട് ആസ് എ ബാരിയർ ബിറ്റ്വീൻ ഫീറ്റസ് ആൻഡ് മദർ ആൻഡ് സപ്ലൈ ഓക്സിജൻ, ന്യൂട്രീഷൻ എക്സെട്ര ഫ്രം മദർ ടു ഫീറ്റസ്. അതിന് വേണ്ട അല്ലെങ്കിൽ ആ കുഞ്ഞിന് വേണ്ട ഫുഡ്, ഓക്സിജൻ, ന്യൂട്രീഷൻസ് എല്ലാം കൊടുക്കുന്നത് പ്ലാസെൻ്റ വഴിയാണ്. അതുപോലെ തന്നെ ആ യൂട്രസിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ കുട്ടി കിടക്കുന്നുണ്ടാവുക. അതിൽ നിന്നുള്ള വേസ്റ്റുകൾ, കാർബൺ ഡൈ ഓക്സൈഡ്, എക്സ്ക്രീറ്ററി വേസ്റ്റുകളൊക്കെ പുറത്തേക്ക് പോകുന്നതും പ്ലാസെൻ്റ വഴിയാണ്. ഇതൊരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണെന്ന് നമ്മൾ പറയാം. അവിടെ ഒരുപാട് ഹോർമോൺസ് ഉണ്ടാവുന്നുണ്ട്. പ്ലാസെൻ്റയിൽ ഉണ്ടാവുന്ന ഹോർമോൺസ് പഠിക്കുക: HCG, HPL, ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, റിലാക്സിൻ. 5 ഹോർമോൺസ് ആണ് ഉണ്ടാവുന്നത്. HCG എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ക്രോണിക് ഗൊണാഡോട്രോപ്പിൻ എന്നാണ് ഫുൾ ഫോം. HPL ഹ്യൂമൻ പ്ലാസെൻ്റൽ ലാക്ടജൻ എന്നാണ്. പിന്നെ ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, റിലാക്സിൻ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ ഏറ്റവും മെയിൻ കൺസെപ്റ്റ്സ്. നമുക്കിനി ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നോക്കാം. ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ചോദ്യം: നെയിം ദ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ടെസ്റ്റിസ്. ടെസ്റ്റിസിൻ്റെ മെയിൻ ഭാഗം എന്താണ്? സെമിനിഫറസ് ട്യൂബ്യൂൾസ്. ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ഒബ്സർവ് ദ ഫോളോയിങ് ഫിഗർ. മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ABCD എന്നൊക്കെ പറഞ്ഞിട്ട് മാർക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്.
അപ്പോൾ ഇതിൽ വാസ എഫറൻഷ്യ, റെറ്റെ ടെസ്റ്റിസ്. അപ്പോൾ ഇതൊരു മെയിൽ റീപ്രൊഡക്റ്റീവ് ഭാഗമാണെന്ന് മനസ്സിലാക്കുക. ഇതിൽ എ എന്ന് പറയുന്നത് ഏതാണ്, ബി എന്താണ്. അപ്പോൾ ഈ ഭാഗം നിങ്ങൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഓരോന്ന് എന്താ വരുന്നത് ഇത് കൃത്യമായിട്ട് പഠിക്കുക. ഇതിൽ എ എന്ന് പറയുന്നത് സെമിനൽ വെസിക്കിൾസ് ആണ്. ആ രണ്ട് സംഭവം കണ്ടല്ലോ, രണ്ട് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് രണ്ട് ഭാഗമായിട്ട് നിൽക്കുന്നതാണ് സെമിനൽ വെസിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൽ ബി എന്ന് പറഞ്ഞ പ്രൊസ്റ്റേറ്റ് ആണ്, ബി പ്രൊസ്റ്റേറ്റ് ആണ്. സി എന്ന് പറയുന്നത് ടെസ്റ്റിസ് ആണ്. ഈ കാണുന്നതാണ് ഉള്ളിലുള്ള ഈ ഭാഗമാണ് ടെസ്റ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഡി ഉണ്ട്, ഇപ്പുറത്ത് വരുന്ന ഈ ഡി അതാണ് എപ്പിഡിഡൈമിസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് പഠിച്ചോളൂ. ടെസ്റ്റിക്കുലർ ലോബ്യൂൾസ് ഉള്ളിലാണ്. പിന്നെ 4 ഡക്റ്റുകൾ പഠിച്ചു കേട്ടോ. റെറ്റെ ടെസ്റ്റിസ്, അത് കഴിഞ്ഞാൽ വാസ് എഫറൻഷ്യ, അത് കഴിഞ്ഞാലാണ് എപ്പിഡിഡൈമിസ്, അത് കഴിഞ്ഞിട്ട് വാസ് ഡിഫറൻസ്. ഈ 4 ഭാഗങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. വാസ് ഡിഫറൻസ് ആണ് മുകളിൽ, അതിന് താഴെ വരുന്ന ഭാഗം എപ്പിഡിഡൈമിസ്, വാസ്. അതിനൊരു ഓർഡർ പ്രകാരം പോവുക. ആദ്യം ടെസ്റ്റിക്കുലർ ലോബ്യൂൾസിൽ നിന്ന് റെറ്റെ ടെസ്റ്റിസ് വഴി, വാസ് എഫറൻഷ്യ വഴി, പിന്നെ എപ്പിഡിഡൈമിസ് വഴി വാസ് ഡിഫറൻസിലേക്ക് പോവും. ഓക്കെ, അപ്പോൾ ഭാഗങ്ങൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടി അറിയണം. പിന്നെ എ മനസ്സിലായല്ലോ. എ എന്ന് പറഞ്ഞാൽ സെമിനൽ വെസിക്കിൾസ് ആണ്. ഇവിടെ ആൻസേഴ്സ് ഉണ്ട്. എ സെമിനൽ വെസിക്കിൾസ്, ബി പ്രൊസ്റ്റേറ്റ്സ് ആൻഡ് സി ടെസ്റ്റിസ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് സിഗ്നിഫിക്കൻസ് ഓഫ് ടെസ്റ്റിസ് ബീയിങ് സ്ക്രോട്ടം. ടെസ്റ്റിസിൻ്റെ അതായത് സിഗ്നിഫിക്കൻസ് എന്താണെന്ന്. ടെസ്റ്റിസ് സ്ക്രോട്ടത്തിലാണ്, അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്. ലോ ടെമ്പറേച്ചർ ആവണം, 2 to 2.5 ഡിഗ്രി സെൽഷ്യസ് ലെസ് ദാൻ ദ ബോഡി ടെമ്പറേച്ചർ ഓഫ് സ്ക്രോട്ടം. ഹെൽപ്പ് ഫോർ പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് ടെസ്റ്റിസ് ആൻഡ് ഫോർ സ്പെർമറ്റോജെൻസിസ്. 2 കാര്യങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നു. അടുത്തത്, ഒബ്സർവ് ദ ഫിഗർ ഓഫ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഐഡൻറ്റിഫൈ ആക്സസറി ഗ്ലാൻസ്. ഇതിൽ ഏതൊക്കെയാണ് ആക്സസറി ഗ്ലാൻസ് എന്നാണ് ചോദ്യം. ആക്സസറി ഗ്ലാൻസുകൾ 3 എണ്ണമാണ്. ആക്സസറി ഡക്റ്റ് നമ്മൾ 4 എണ്ണം പറഞ്ഞല്ലോ. ഏതൊക്കെ, റെറ്റെ, വാസ, അതുപോലെ ഇവിടെ ആക്സസറി ഗ്ലാൻസ് 3 എണ്ണമാണ് ഉള്ളത്. സെമിനൽ വെസിക്കിൾസ്, പ്രൊസ്റ്റേറ്റ്, ബൾബോറെത്രൽ ഗ്ലാൻസ്. ആ ഒരു ഫിഗർ നോക്കി വെച്ചോളൂ കേട്ടോ. നെയിം ദർ കളക്റ്റീവ് സീക്രഷൻ ആൻഡ് മെൻഷൻ ഇറ്റ്സ് ഫങ്ഷൻ. ഇതിൽ നിന്നൊക്കെ വരുന്നത്, അതായത് ആക്സസറി ഗ്ലാൻസിൽ നിന്ന് വരുന്ന ഒരു സീക്രഷനാണ് സെമിനൽ പ്ലാസ്മ. നമ്മൾ പറഞ്ഞു സെമിനൽ പ്ലാസ്മ എന്തിനാ ഹെൽപ്പ് ചെയ്യുന്ന, ട്രാൻസ്പോർട്ടേഷൻ ഓഫ് സ്പേംസ്, ഹെൽപ്സ് ഫോർ മെച്ചുറേഷൻ ആൻഡ് മോട്ടിലിറ്റി ഓഫ് സ്പേംസ്. സ്പേംസ് കുറച്ചുകൂടിയും ഫാസ്റ്റായി മൂവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് സെമിനൽ പ്ലാസ്മയാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് നോക്കി വയ്ക്കുക, സെമിനൽ പ്ലാസ്മ ഏത് ഭാഗത്താണ് നോക്കി വയ്ക്കുക. ആ ഭാഗങ്ങളൊക്കെ നോക്കുക കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സെമിനൽ പ്ലാസ്മ ഈസ് ദ കളക്റ്റീവ് സീക്രഷൻ ഓഫ് മെയിൽ ആക്സസറി ഗ്ലാൻഡ്. മെയിൽ ആക്സസറി ഗ്ലാൻഡിൽ നിന്ന് മൊത്തത്തിൽ വരുന്ന ഒരു സീക്രഷനാണ് സെമിനൽ പ്ലാസ്മ. ഏതൊക്കെയാണ് 3 ടൈപ്സ് ഓഫ് മെയിൽ ആക്സസറി ഗ്ലാൻഡ്, പ്രൊസ്റ്റേറ്റ്, സെമിനൽ വെസിക്കിൾസ് ആൻഡ് ബൾബോറെത്രൽ ഗ്ലാൻഡ്സ്. എന്തൊക്കെയാണ് സെമിനൽ പ്ലാസ്മയുടെ കമ്പോണൻറ്റ്. സെമിനൽ പ്ലാസ്മ ഉണ്ടാക്കിയിട്ടുള്ളത് ഫ്രക്ടോസ്, കാൽഷ്യം, എൻസൈംസ് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ആക്സസറി ഗ്ലാൻഡിലെ 3 എണ്ണം, ഇത് 3 നിന്നും വരുന്ന ഒരു സീക്രഷൻസ് ആണ് സെമിനൽ പ്ലാസ്മ എന്ന് പറയുന്നത്. ഇനി വേരിയസ് റീജിയൻസ് ഓഫ് മെയിൽ ആക്സസറി ഡക്ട് സിസ്റ്റം കണ്ടക്ട് സ്പേം ഫ്രം ടെസ്റ്റിസ്. ടെസ്റ്റിസിൽ നിന്ന് സ്പേംസ് കണ്ടക്ട് ചെയ്യുന്ന ഒരുപാട് ആക്സസറി ഡക്റ്റുകളുണ്ട്. അതിന് കറക്റ്റ് ഓർഡർ പ്രകാരം എഴുതാനാണ്. അപ്പോൾ ഇതാണ് സംഭവം, ഇങ്ങനെയാണ് ഓർഡർ. ആദ്യം ടെസ്റ്റിസ് വഴി റെറ്റെ ടെസ്റ്റിസിലേക്ക്, അവിടുന്ന് വാസ് എഫറൻഷ്യ, എപ്പിഡിഡൈമിസ്, വാസ് ഡിഫറൻസ്, കോമൺ ഇജാക്കുലേറ്റഡ് ഡക്റ്റ്, യുറേത്രൽ മീറ്റസ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കേട്ടോ. പിന്നെ അങ്ങനത്തെ കുറച്ച് 1 മാർക്ക് ചെറിയ ക്വസ്റ്റ്യൻസുകളുണ്ട്, നോക്കി വയ്ക്കുക. ഞാൻ ജസ്റ്റ് ഒന്നും വായിക്കുന്നില്ല. പിന്നെ ഇതാ ഇവിടെ സെമിനിഫറസ് ട്യൂബ്യൂൾസ് ലൈൻഡ് ഇൻറ്റേർണലി വിത്ത് 2 ടൈപ്സ് ഓഫ് സെൽ. സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് കാണപ്പെടുന്നത് നമ്മൾ പറഞ്ഞു. സെമിനിഫറസിൻ്റെ ഉള്ളിൽ സ്പെർമറ്റോജോണി അല്ലെങ്കിൽ സ്പേം മദർ സെൽ, അതുപോലെ സെർട്ടോലിയാണ് ഉള്ളത്. അതിൻ്റെ ഫങ്ഷൻസ്, ഒന്നെന്ന് പറഞ്ഞാൽ ഒരു മെയിൽ ജേം സെല്ലാണ്, മറ്റേത് ന്യൂട്രീഷൻസ് കൊടുക്കാനാണെന്നും പറയാം കേട്ടോ. സോ അതാണ് ലെഡിക് സെല്ല് പുറത്തേക്ക് വരുന്ന ഹോർമോണിൻ്റെ പേര് ആൻഡ്രജൻ എന്നാണ്. ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അത്തരം ക്വസ്റ്റ്യൻസ് നോക്കുക. ദെൻ ഇങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇനി ഇവിടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവിൽ ABCD ഏതാണെന്ന് ചോദിക്കുന്നുണ്ട് 14th ക്വസ്റ്റ്യൻ ആയിട്ട്. അപ്പോൾ ഈ PDF ഞാൻ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിലുള്ള എഡ്യൂവാലറ്റിൻ്റെ ഫ്രീ വാട്സപ്പ് ചാനൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ജോയിൻ ചെയ്യുക വാട്സപ്പ് ചാനൽ. അവിടെ ഞാൻ ഈ PDF കൊടുക്കാം കേട്ടോ. അപ്പോൾ ABCD ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്. A എന്ന് പറഞ്ഞാൽ അത് യൂട്രസ് ആണ്. A എന്ന് പറയുന്നത് എൻഡോമെട്രിയം അല്ലെങ്കിൽ യൂട്രസ് എന്ന് പറയാം. B എന്ന് പറഞ്ഞാൽ ഓവറിയാണ്, കണ്ടോ ഓവറി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ വിരൽ പോലെ നിൽക്കണ ഭാഗം കണ്ടില്ലേ, അത് വരുന്നുണ്ട്. പിന്നെ C എന്ന് പറയുന്നത് അതാണ് ഇസ്തുമസ് അല്ലെങ്കിൽ ഫെലോപ്പിയൻ ട്യൂബ് എന്ന് പറയും. D ആംപ്യൂള എന്നാണും പറയാം. ഇതിൻ്റെ ഭാഗങ്ങൾ മാർക്ക് ചെയ്യാനുള്ള ഒരു ചോദ്യം വന്നിട്ടുണ്ട് കേട്ടോ.
പിന്നെ ഇതാ ഇവിടെ കണ്ടോ, നെയിം ദ ഫോളോയിങ്. ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഓവിഡക്റ്റ് ദാറ്റ് ഹെൽപ്പ് ഇൻ കളക്ഷൻ ഓഫ് ദ ഓവം. ഓവത്തിനെ കളക്ട് ചെയ്യുന്ന വിരൽ പോലുള്ള സംഭവം എന്താണ്? ഫിംബ്രിയെ എന്നാണ് പറയുക. നാരോ ആയിട്ടുള്ള ഭാഗം ഇസ്തുമസ് ആണ്. ഫണൽ ഷേപ്പ്ഡ് പോലുള്ളത് ഇൻഫെൻഡിബുലമാണ് കേട്ടോ. ഫണൽ പോലെ മുകളിൽ ഇതാ അവിടെ നോക്കിക്കോട്ടോ, സി എന്ന് പറയുന്ന ഭാഗമാണ് അത്. അപ്പോൾ അത് കഴിഞ്ഞു. അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഇവിടെ വരുന്നുണ്ട്. ഇതാ സെമിനിഫറസ്, അതായത് മെയിൽ പ്രൈമറി സെക്സ് ഓർഗൻ ടെസ്റ്റിസ് ആണ്. ഫീമെയിൽ ഏതാണ്? ഓവറിയാണ്. ഓവറിൽ നിന്നാണ് വരിക. സെമിനിഫറസ് ട്യൂബ്യൂൾസിൽ നിന്ന് സ്പേം വരും. ഗ്രാഫൈൻ ഫോളിക്കിൾസിൽ നിന്ന് ഓവം വരും. ലെഡിക് സെൽ എന്ന് പറഞ്ഞാൽ ടെസ്റ്റോസ്റ്റിറോൺ ആണ് പുറത്തേക്ക് വിടുന്നത്. കോർപ്പസ് ല്യൂട്ടിയം എന്ന് പറയുന്നത് പ്രൊജസ്ട്രോൺ ആണ് പുറത്തേക്ക് വിടുക. അങ്ങനെയുള്ളത് പഠിക്കുക. പിന്നെ അതാ നമുക്കിത് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ഇത് വന്നിട്ടുണ്ട്. എക്സ്റ്റേണൽ ജെനിറ്റാലിയ, ഫീമെയിൽസിൻ്റെ എക്സ്റ്റേണൽ ജെനിറ്റാലിയയിലെ ഭാഗങ്ങൾ. മോൺസ് പ്യൂബിസ് എന്താണ് അതിൻ്റെ കാര്യങ്ങൾ. ലാബിയ മെജോറ ആൻഡ് ലാബിയ മൈനോറ ആൻഡ് ഹൈമൻ, ഇത് നാലും എന്താണെന്നുള്ളത് പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ മോൺസ് പ്യൂബിസ് എന്ന് പറഞ്ഞാൽ ഫാറ്റി ടിഷ്യൂസ് ആണ്. അവിടെ പ്യൂബിക് ഹെയർ കാണുന്നുണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇനി ഹൈമൻ എന്ന് പറയുന്നത് ഒരു വെർജിനിറ്റി ഡിറ്റർമിൻ ചെയ്യുന്ന ഒന്നല്ല എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ഈ ഹൈമൻ എപ്പോൾ വേണമെങ്കിലും അത് എക്സ്റ്റേണൽ, അതായത് വെജൈനയിൽ കാണുന്ന ഒരു ഭാഗം തന്നെയാണ് ഹൈമൻ. അത് എല്ലാവർക്കും കാണണമെന്നില്ല. അത് സഡനായിട്ട് പെട്ടെന്നൊക്കെ അത് ബ്രോക്കൺ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊരു വെർജിനിറ്റി ഡിറ്റർമിൻ ചെയ്യുന്ന ഒന്നല്ല ഹൈമൻ എന്ന് പറയാം. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ, അതായത് കമ്പയർ ചെയ്യാൻ വേണ്ടി അറിഞ്ഞിരിക്കണം. അതിൽ ഈ ഒരു ഓർഡറൊക്കെ നോക്കി വെക്കുക കേട്ടോ. അതാണ് സ്പെർമറ്റോജെൻസിസ് നടക്കുന്ന ഈ ഒരു ഫിഗർ നോക്കി വെക്കുന്നത് നല്ലതാണ്. മിറ്റോസിസ് ഡിഫറൻസിയേഷൻ നടക്കും ആദ്യം. അപ്പോൾ പ്രൈമറി സ്പെർമറ്റോസൈറ്റ്സ് കിട്ടും. അവിടുന്ന് വീണ്ടും ഡിവിഷൻ നടക്കുമ്പോൾ സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ്സ് കിട്ടും. അവിടുന്ന് സ്പെർമറ്റൈറ്റ്സ് ഉണ്ടാവും. സ്പെർമറ്റോസോവ സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യും. സ്പേം ഉണ്ടാവുന്നതാണ് സ്പെർമറ്റോജെൻസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഊജെൻസിസിൻ്റെ ഫിഗർ അറിഞ്ഞിരിക്കണം. ആദ്യം ഉണ്ടാവുന്നത് മിറ്റോസിസ് ഡിഫറൻസിയേഷൻ ആണ്. പ്രൈമറി ഊസൈറ്റ് ഉണ്ടാവും, പിന്നെ സെക്കൻഡറി ഊസൈറ്റ് ഉണ്ടാവും, ഓവം ഉണ്ടാവും. അങ്ങനെ പഠിക്കുക. പിന്നെ ഇതാ കമ്പാരിസൺ, സ്പെർമറ്റോജെൻസിസും ഊജെൻസിസിൻ്റെ കമ്പാരിസൺ പഠിച്ചു വയ്ക്കുക. നേരത്തെ ഒരു ടേബിൾ പോലെ ഞാൻ തന്നിരുന്നു, അത് നോക്കിയാലും മതി നിങ്ങൾ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ഇതിലുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഇതൊരു സ്ട്രക്ചർ ഓഫ് ഒരു ടെസ്റ്റിസിൻ്റെ ഒരു സ്ട്രക്ചർ നമുക്ക് തന്നിട്ട് ഇതിലെ സ്പേമിൻ്റെ സ്ട്രക്ചറാണ് ഇത് കേട്ടോ. ടെസ്റ്റിസ് അല്ല, സ്പേമിൻ്റെ സ്ട്രക്ചർ തന്നിട്ട് മാർക്ക് ചെയ്യാൻ. ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ABCD ഏതൊക്കെയാണ്, പ്ലാസ്മ മെംബ്രെയിൻ ഏതാണ്, അങ്ങനെ ഓരോ ഭാഗത്തിൽ. A എന്ന് പറഞ്ഞ ഭാഗം എക്രോസോം എന്നാണ് പറയുന്നത്. ഇനി B എന്ന് പറയുന്നത് മിഡിൽ പീസ്, C ടെയിലുമാണ്. ഈ ഭാഗങ്ങൾ പഠിച്ചു വയ്ക്കുക. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ ഇതിലുണ്ട്. ഈ PDF ഞാൻ എന്തായാലും ആ ഗ്രൂപ്പിൽ കൊടുക്കാം, നമ്മുടെ ഫ്രീ വാട്സപ്പ് ചാനലിൽ കൊടുക്കാം. സ്പെർമറ്റോജെൻസിസും ഊജെൻസിസും പഠിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് താഴെ വരുന്നത് ഫെർട്ടിലൈസേഷൻ ഫേസുകൾ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കേട്ടോ. ഗ്രാഫ് തന്നിട്ട് Aയും Bയും ആരാണ്? A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊജസ്ട്രോൺ ആണ്, B ഈസ്ട്രജൻ ആണ്. അതായത് ഓവുലേഷന് മുമ്പ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഹോർമോണാണ് ഈസ്ട്രജൻ. ഓവുലേഷൻ കഴിഞ്ഞ് സക്സസ് ആയിരുന്നുണ്ടെങ്കിലാണ് പ്രൊജസ്ട്രോൺ എന്ന് പറഞ്ഞ ഹോർമോൺ ഉണ്ടാവുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി വയ്ക്കുക. പിന്നെ ഈ ചോദ്യങ്ങൾ ജസ്റ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്, എല്ലാവരും നോക്കിക്കോളൂ. ഈ ചോദ്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്കിനി അടുത്ത ചാപ്റ്ററായിട്ട് കാണാം. ഇപ്പോൾ ഇവിടെ കണ്ട ഇതൊക്കെ നോക്കുന്നത് ഇമ്പോർട്ടൻ്റാണ്. ഇൻസെമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സെമൻ വെജൈനിലേക്ക് പോകുന്നതാണ് ഇൻസെമിനേഷൻ. ഫെർട്ടിലൈസേഷൻ എന്താ? ഇംപ്ലാന്റേഷൻ എന്താണ്? ക്ലീവേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്തരം ക്വസ്റ്റ്യൻസുകളും പഠിച്ചു വയ്ക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഈ പാഠത്തിലെ ഏറ്റവും മെയിൻ ടോപ്പിക്സുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ചെറിയ 1 മാർക്ക് ക്വസ്റ്റ്യൻസുകളൊക്കെ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. എല്ലാവരും വായിച്ചു നോക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.